You're listening to Star Jam on Club FM 94.3. ഏത് പേരെടുത്ത് വിശേഷിപ്പിക്കണം എന്നറിയില്ലാത്ത ഒരാളാണ് ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ. ഞാൻ രേണു, എൻ്റെ കൂടെയുണ്ട്. ശരിക്കും സൗബിൻ പറഞ്ഞു തുടങ്ങിയ PT മാഷ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സൗബിൻ എന്ന് പറയാം. കാരണം ക്യാരക്ടേഴ്സാണ് സൗബിൻ്റെ പേരിനേക്കാളും കൂടുതൽ ആളുകൾ മനസ്സിലെടുത്തിരിക്കുന്നത്. ഈ സൗബിൻ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പഠിക്കാൻ വളരെ പുറകോട്ടായതുകൊണ്ട് വീട്ടിൽ ഫിലിമിലോട്ട് കയറാൻ വേണ്ടി വലിയ താമസമൊന്നും എടുത്തില്ല. കാരണം അവർ പറഞ്ഞു അതാണ് നല്ലത്. കാരണം ഇവർ തന്നെ വരുന്നല്ലോ മറ്റേ റിപ്പോർട്ട് കാർഡ് സൈൻ ചെയ്യാനായിട്ട്. അപ്പൊ തന്നെ അവർ വന്ന് അവിടെ നിന്ന് കയറി എന്റെ കണ്ടിട്ട് മൊത്തത്തില് മിസ്മാർ എന്തിനാണ് ഈ പാവം മന ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉമ്മ കരയാൻ തുടങ്ങും. അപ്പൊ തന്നെ മിസ്മാർ കരയില്ലെന്ന് പറഞ്ഞു. അവൻ ഞാനല്ല മിസ്സല്ലേ പറഞ്ഞു. മിസ് പറഞ്ഞു അല്ല കുഴപ്പമൊന്നുമില്ല, അവൻ ശരിയാവും. പക്ഷെ ആർട്സും സ്പോർട്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ ഹാപ്പിയാണ്. പിന്നെ കൂടുതലും ആ സമയത്ത് നാടകം, ഫാൻസി ഡ്രസ് ഒക്കെ നമ്മൾ ഏത് കോളേജിലൊക്കെ പോയിട്ടുണ്ട്. എന്റെ രൂപം മാറ്റിന്നുള്ളൂ, കാട്ടാളിലോട്ട് മാറി. പിന്നെ ആദ്യം വലിയ ഇതൊന്നുമില്ല, വലിയ മേക്കപ്പ് ഒന്നും. പണ്ട് ഫാസിൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വന്നിരുന്നത്. അതിന്റെ ഒരു 3-4 പടങ്ങള് ഫാസാറിന്റെ കൂടെ വാപ്പ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. 4ാമത്തെ പടം തൊട്ട് ഫാസാർ പ്രൊഡക്ഷനിലോട്ട് മാറി. അങ്ങനെ പ്രൊഡക്ഷൻ മാനേജറായി, പ്രൊഡക്ഷൻ കൺട്രോൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് പച്ചക്കുതിര. പിന്നെ ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ ഷൂട്ട് പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ വാപ്പ പറഞ്ഞു സിദ്ദിഖ് സാറിന്റെ പടം തുടങ്ങുന്നുണ്ട്, ക്രോണിക് ബാച്ചിലർ, അപ്പൊ അതിൽ ജോയിൻ ചെയ്യാം. അത് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും ഇവിടെ വെറുതെ കറങ്ങി തിരിഞ്ഞെടുക്കുന്നത്. അപ്പൊ വാപ്പ കയ്യെത്തുന്ന ദൂരത്ത് ഷൂട്ട് എടുക്കുന്നത്. അപ്പൊ 1 മാസം കൊടൈക്കനാൽ ഷൂട്ട് ഉണ്ടായിരുന്നു. വാപ്പ പറഞ്ഞപ്പോ ഒരു പണി, നീ എന്നാ ഇങ്ങോട്ട് വാ, ആരാണ് ഡയറക്ടർ എന്ന് ആദ്യം കാണും, ക്രെയിൻ, ക്യാമറമാൻ, ക്യാമറ എന്താണ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രൊഡക്ഷൻ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് കണ്ടുപഠിക്കി. അപ്പൊ അത് കുറച്ചും കൂടി ഈസി ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ ഇല്ലെങ്കിൽ പോലും കയ്യന്തൂരത്താണ് ഫസ്റ്റ് പടം. അതിൽ വേറെ കുറെ കോമഡി ഒക്കെ ഉണ്ട്. അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹദിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ കൊടൈക്കനാലിൽ ബസ്സിൽ വന്നിറങ്ങുന്ന ഫഹദ് ഇറങ്ങുന്നതിന്റെ തൊട്ട് പുറകിൽ ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ടായിരുന്നോ? നമ്മളറിഞ്ഞില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ നടക്കും. ഫഹദ് റൈറ്റിലോട്ട് പോകും, ഞാൻ ലെഫ്റ്റിലോട്ട് പോകും. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പടം അത്. നിങ്ങളെ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു കയ്യെത്ത് തീർത്ത്. എന്നെ അങ്ങനെ കാണിച്ചില്ല, ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയിട്ട് ഇതേ പോണു ഞാൻ. അപ്പൊ തന്നെ അവർ പോയല്ലോ. നമ്മൾ പിന്നെ എന്നെ അത് കഴിഞ്ഞ് പിന്നെ ക്രോണിക്കിൽ ജോയിൻ ചെയ്ത് 120 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് പടം. വീട്ടിൽ വലിയ എതിർപ്പൊന്നും അപ്പൊ വേണ്ടി വന്നില്ല? ഇല്ല, അവർക്ക് സന്തോഷം ഓർന്നില്ല. കുറേ ദിവസം കണ്ടിരുന്നപ്പോ ഒരു രസകരമായ അനുഭവം അവിടെ തുടങ്ങിയതാണ്. അങ്ങനെ സിനിമയിലേക്ക് എത്തി. അതെ. സൗബിൻ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ താരങ്ങളെയും സൗബിൻ അറിയാം. അതിൽ ഞാൻ ഒരു 5 പേരെ കുറിച്ച് ചോദിക്കുകയാണ്. സൗബിൻ അടുത്ത് ഇടപഴകിയ 5 പേരെ കുറിച്ച്, അവരെ കുറിച്ച് പറയണം. വിനയ് ഫോർട്ട് ഭയങ്കര രസമാണ്, പാവമാണ്. ഞങ്ങള് മിക്ക ദിവസങ്ങൾ വിളിക്കാറുണ്ട്. വിളിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഹലോ പറയുമ്പോൾ തന്നെ വിനയ് ഫോർട്ട് ചിരി തുടങ്ങും. കാരണം അടുത്തത് ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കോമഡി ആയിട്ട് ഞാൻ കളിയാക്കില്ല. എപ്പോൾ വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് എന്നിട്ട് ഏറ്റവും അവസാനം കാര്യം എന്താന്ന് പറയുള്ളൂ. അതുവരെ പരസ്പരം കളിയാക്കും. എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. പ്രേമത്തിന് മുമ്പ് ഇപ്പൊ ഞാനിപ്പോ അൻവറിൽ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിനയ് ഫോർട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ചേട്ടന്റെ ക്ലാസ്മേറ്റും കൂടെ. നല്ല പ്രായമുണ്ട് വിനയ് ഫോർട്ടിന്, കണ്ടാ പറയില്ല. വിനയ് പറഞ്ഞില്ലായിരുന്നു ചേട്ടന്റെ ക്ലാസ്മേറ്റ് എന്നൊക്കെ പറഞ്ഞ ഭീകരാണ്. ഭയങ്കര ഇതാണ്. അവന് ഇപ്പൊ ശരിക്കും 41 വയസ്സ് ആവണമെന്ന് തോന്നുന്നു. 35 പുള്ളി സമ്മതിച്ചിട്ട് പോലും ഇല്ല. ആണോ? പറയാണ്ട അതാണ് ശരിക്കും ചോദിച്ചു നോക്കണം. തിരിച്ചിട്ട് കഴുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും തിരുത്തിയിട്ടുണ്ടാവും. 35 എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു 35 അയ്യോ എനിക്ക് അത് കണ്ടു മറന്നു പറയുള്ളൂ. കാരണം 41 ഇല്ല. രസമാണ്. നമ്മൾ മൊത്തത്തില് ചിരി വരും. ഫഹദ് ഫാസിൽ ചെറുപ്പം മുതൽ അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാനില്ല. ഏറ്റവും നല്ല സുഹൃത്തും നല്ല ബ്രദറാണ്. പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ദുൽഖർ സൽമാൻ നല്ല അടിപൊളി മച്ചാനാണ്. പിന്നെ ഞങ്ങൾ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ഒരു 2-3 പടത്തിലാണ്. പക്ഷെ ഭയങ്കര ക്ലോസ് ആയി. എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുണ്ട് പല കാര്യത്തിലും. ഭയങ്കര കംഫർട്ടബിൾ ആണ് ദുൽഖർ. നിവിൻ പോളി അടിപൊളിയാ. നല്ല മച്ചാനെ എന്തേ വാ മച്ചാനെ. അത് വേറെ ടൈപ്പ് നമ്മളെ നല്ല വേറെ ഒരു എനർജിയാണ്. 3 പേരും 3 തരത്തിലുള്ള ആൾക്കാരാണ്. അല്ല പക്ഷെ 3 പേർക്കും 3 പേരുടേതായിട്ടുള്ള ക്വാളിറ്റികളുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ അത് അവരുടെ എന്താ പറയാ സംസാര രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് പറയാൻ പറ്റില്ല. 3 പേർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അടിപൊളിയാണ്. ഇനി ഇതിനൊന്നും കൂടെ പെടാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. കേരളം ഒരുപാട് ചർച്ച ചെയ്ത എന്നാൽ അധികം ഇന്റർവ്യൂസിലൊന്നും വരാത്ത ആളുകൾക്ക് മനസ്സിലാകാത്തൊരു പെൺകുട്ടി. പക്ഷെ നിങ്ങൾ അടുത്ത് വർക്ക് ചെയ്തായിരുന്നു. സായി പല്ലവി. സായി പല്ലവി ഭയങ്കര സുഹൃത്താണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗബിനിക്കാന്ന് വിളിക്കുന്നത് ഭയങ്കര പാവമാണ്. എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഞാൻ ക്രിസ്പിന്റെ ചില സിനിമകൾ വന്ന വഴിയാ ചോദിക്കാം. ഒന്നതിലെ ക്യാരക്ടറുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ പറയണം. ഓർമ്മയുണ്ടാവുമോ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേര്? ഓർമ്മയുണ്ട്. അന്നയും റസൂലും. കോളിൻ. എങ്ങനെയാണ് ആ സിനിമ വന്നത്? ഫഹദും രാജീവേട്ടനും കൂടിയാണ് അന്യ റസൂലിലോട്ട് എന്നെ എത്തിച്ചത്. ഫഹദ് നല്ല സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് മിക്കപ്പോഴും ഉണ്ടാവുന്ന ആ സമയത്ത്. അപ്പൊ ഫഹദ് പറഞ്ഞത് നമുക്ക് സൗബിനെ പിടിച്ച് അഭിനയിപ്പിച്ചാലോ ആ കൂട്ടുകാരനായിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല തൻ്റെ കൂടെ അഭിനയിക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാ. രാജേട്ടൻ പറഞ്ഞില്ല, നമ്മള് ഷൈനും ഉണ്ട്, നീയും ഷൈനും കൂടി. രാജേട്ടന് വേറെ പണിയൊന്നുമില്ലേ, വേറെ ആദ്യം നല്ല ആൾക്കാരെ വെച്ചിട്ട് ചെയ്യിച്ചാൽ മതിട്ടാന്ന് പറഞ്ഞു. രാജേട്ടൻ പറഞ്ഞില്ല, എനിക്കിപ്പോ നിങ്ങളിപ്പോ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് വേണ്ട, ആക്ടിങ് ഒരു പരിപാടി വേണ്ട. പ്രേമത്തില് PT മാഷ് നമ്മുടെ ശിവൻ സാർ ആദ്യം വേറൊരു സാറായിട്ടായിരുന്നു എന്തോ പഠിപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് അൽഫോണിന്റെ അസോസിയേറ്റ് എനിക്ക് കുറച്ച് പാരഗ്രാഫ് സംഭവങ്ങൾ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ക്ലാസ് എടുക്കുന്ന പോലെ പഠിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോ തന്നെ പൊന്നു ദൈവമേ, ഇത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മച്ചാനെ ഫിലിമിലോട്ട് വന്നത്. ഇപ്പൊ ഇനി ഇവിടെ വന്നിട്ട് ഇത് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു. ഒരു ദിവസം ആഷിഖ് കപൂറിന്റെ അവിടെ ഇരിക്കാൻ നേരത്തെ എനിക്ക് കോൾ വന്നു, അൽഫോൺസിന്റെ. മച്ചാനെ ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷെ എന്ത് പറ്റി? ഞാൻ വേണ്ടേ? അതല്ല, നമുക്ക് ആ സാറിനുള്ള മാറ്റില്ല. ഞങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോ നമുക്ക് PT മാഷാക്കാം. കാരണം അതിന്റെ തലേ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കോളേജിൽ PT മാഷില്ലല്ലോ, അത് പറഞ്ഞാലോ ശരിക്കും ഞാൻ എന്ത് പറയാല്ലേ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ജസ്റ്റ് അൽഫോൺസ് ചോദിച്ചു. അൽഫോൺസ് അതാണ് ഞങ്ങളും ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്, നമുക്ക് PT മാഷാക്കാന്ന് പറയും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലോട്ടോ, ഞാൻ മറ്റേത് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പറഞ്ഞേൽപ്പിക്കാന്ന് പറഞ്ഞേൽപ്പിച്ചപ്പോ തെറ്റാണ്ട് പറയുകയും ചെയ്തില്ല. അതിന് മുമ്പൊക്കെ ഫുൾ തെറ്റും. ഇതുപോലെ സ്കൂളിൽ പഠിച്ചെങ്കിൽ നിങ്ങൾ നന്നായി ഇപ്പൊ ഈ നാട് എല്ലാം ആയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ PT മാഷിലോട്ട് എത്തി നമ്മള്. ചാർലി, എങ്ങനെയാണ് ചാർലി എത്തിയത്? ഞാനും മാർട്ടിൻ ഫോട്ടോസ് എടുക്കാനും ഇന്റർവ്യൂ എടുക്കാനും പോകുമ്പോൾ ഞാനും പോകും കൂടെ. മറ്റേ തെർമോക്കോൾ പിടിക്കാനും ലൈറ്റ് ബൗൺസ് ചെയ്യാനും അല്ല, വെറുതെ ഇരിക്കാറില്ല ആ സമയത്തൊന്നും. അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ലാലേട്ടൻ്റെ ഒക്കെ നമ്മള് തേവരെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾ പോവാത്ത സ്ഥലങ്ങൾ കാണാത്ത ആളുകൾ കുറവാണ് ഇപ്പൊ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി നടക്കുന്ന ഇഷ്ടം. ആര് വിളിച്ചാലും ചെല്ലും. വർക്ക് ഹെൽപ്പ് പരിപാടി ഒന്നും വേണമെന്നില്ല, പോയാൽ മതി വർക്ക്. പിന്നെ ഈ നല്ല നിഷ്കളങ്കനായ കള്ളനെ അവര് തെരഞ്ഞെടുത്തത് അതില് ചാർലി എന്ന് പറയുന്ന സിനിമയില് ഏത് കള്ള ലുക്കിൽ നിന്നായിരുന്നു അവർക്കത് തോന്നിയത്? അത് മാർട്ടിൻ കറക്റ്റായിട്ട് ആക്ഷൻ കാണിച്ചെന്ന്. പിന്നെ ഒരു ദിവസം മൊത്തമൊക്കെ ഞങ്ങൾ ഓടിന്റെ മുകളിലായിരുന്നു ഞാനും ദുൽഖറും. ആ സീൻ എടുക്കാൻ 2 ദിവസം ഉണ്ടായിരുന്നു ഫുൾ നൈറ്റ്. ബ്രേക്ക് ആകുമ്പോൾ ഏറ്റവും മുകളിൽ ദുൽഖറും. എന്ത് രസമല്ല ഈ സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ. ഓടിന്റെ മുകളിലും ഏറ്റവും മുകളിൽ ഇരുന്നിട്ടും താഴത്ത് നോക്കിയിട്ട് നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്, ഫിലിമിൽ അഭിനയിക്കുന്നതുകൊണ്ട് അല്ല ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചർച്ചയാണ് അവിടെ. പോയിക്കോട്ടെ. അങ്ങനെ രസകരമായ സീനുകളിൽ എത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അതെ, ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ കഥകൾ കഴിഞ്ഞിട്ടില്ല, ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. ഞാൻ രേണു, എന്റെ കൂടെ ഇല്ല. ഇനിയുണ്ടോ? പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കും. ഇല്ല, അതിനുള്ള അവസരങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, കഥയിൽ ചോദ്യങ്ങളില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ രേണു, എന്റെ കൂടെ സൗബിൻ. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് മ്യൂസിക്.